ബംഗാളികളെ ഇതിൻ്റെ ഒരു സാധനം പോലും വിടാറില്ല. അതായത് ഇതിൻ്റെ തോട്, ഉള്ളിലത്തെ സാധനം, ഇല, തണ്ട് എന്നിവരെ പൂ വരെ വിടത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു സാധനത്തിൻ്റെ മൊത്തം സാധനവും. ഇതിനകത്ത് എനിക്ക് ഫേവറേറ്റാണ് ഇതിൻ്റെ തോട് ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ മെഴുക് പുരട്ടി പോലെ. അപ്പോൾ അതേ ഇങ്ങനെ കുറച്ച് കുറച്ചാക്കി വെട്ടിയെടുത്തതിന് ശേഷം അരിഞ്ഞെടുക്കണം. ഇനി നിങ്ങൾ ചോദിക്കും ഇതെന്ത് സാധനം വെട്ടുന്നത്? ഇതാണ് നമ്മുടെ ബംഗാളികൾ ഇത് വെച്ച് തന്നെയാണ് വെട്ടുന്നത്. നമ്മുടെ വെട്ടുത്തി എന്ന് പറയത്തില്ലേ, അതായത് ഈ പിച്ചാത്തി ഇവിടെ യൂസ് ചെയ്യത്തില്ല. അങ്ങനെ യൂസ് ചെയ്യാനോ അറിയത്തില്ല. എനിക്കും അങ്ങനെ ആയിരുന്നു. പിന്നെ ഇവിടെ വന്ന ശേഷം ഞാനിങ്ങനെ പഠിച്ചു ഇത് വെച്ച്. പണ്ട് പിച്ചാത്തി വെച്ചായിരുന്നു എല്ലാം. പിന്നീട് ഇതുപോലെ നമ്മുടെ കിഴങ്ങും വെട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ 3-4 വട്ടം കഴുകണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കരയില്ലേ, ഭയങ്കര കരയാണ്. അതിന് എനിക്കൊരു മതിരി എന്തോ ഒരു പോലെ ടേസ്റ്റ് ആകും. അപ്പോൾ അതേ ഞാനിവിടെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ ബംഗാളികൾ എപ്പോഴും വെളിച്ചെണ്ണയില്ല, നമ്മുടെ ഈ കടുകിൻ്റെ എണ്ണ, അത് വെച്ചാണ് നമ്മളെപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കാറ് ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പം ഇതിനകത്ത് ഞാൻ ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 5 മിക്സ് ആയിട്ടുള്ളൊരു സാധനം കിട്ടുമല്ലോ, അതും കുറച്ച് നേരം ഇട്ടിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് അതിന് ശേഷം ഇത് മൊത്തം ഇടിച്ചിട്ട് നന്നായിട്ട് എണ്ണയുടെ കൂടെ മിക്സ് ചെയ്യണം. അന്നേരം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-3 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഇതിനകത്ത് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അടിപൊളി റെസിപ്പിയല്ലേ. വലിയ മെനക്കേടൊന്നും ഇല്ല. എനിക്ക് അതുകൊണ്ടാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ആണെങ്കിൽ എത്ര പേർക്ക് അറിയാം ഇതിൻ്റെ പേര്? ബംഗാളികൾ ഇതിനെ ലവ് എന്നാണ് പറയുന്നത്. പിന്നെ ആണെങ്കിൽ ഇത് വെച്ചുണ്ടല്ലോ ഉണങ്ങിക്കഴിഞ്ഞാൽ പോലും യൂസ് ഉണ്ട്. ഇത് വെച്ച് നമ്മുടെ ബംഗാളി ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ല, നമ്മുടെ എന്താ പറയുക, എക്താര അല്ലല്ലോ, സോ എന്തായാലും പറയുന്നത് ഡുഗ്ഡുഗി, ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഉണങ്ങിയ ശേഷം ഇത് വെച്ചാൽ. പിന്നീടാണെങ്കിൽ ഇത് നല്ല ഹെൽത്തിനും നല്ലതാണ്. വയറ്റിന് അസുഖമുള്ളവർക്ക് നല്ലതാണ്, വയറ് തണുപ്പിക്കും. പിന്നീടാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നവർക്കും നല്ലതാണ്, പാലുണ്ടാക്കാൻ നല്ല ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആണെങ്കിൽ ബംഗാളികളുടെ ഇന്ന് ഞാൻ ലവ് വെച്ച് ഡാൽ, മുസൂർ ഡാൽ, പിന്നെ എനിക്ക് അവസാനം പിന്നെ പപ്പായയുടെ ഇതും, പിന്നെ എനിക്ക് മുരിങ്ങയിലയുടെ ഇത്